ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. അന്വേഷണം സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ADGP വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റിപ്പോർട്ട് വരും വരെ CPI കാത്തിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും. മുന്നൊരുക്കങ്ങളുമായി മുന്നണികൾ. വരവൂരിൽ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തളി പിലാക്കാട് സ്വദേശികളായ ചീരമ്പത്തൂർ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. തൃശൂരിൽ ATMകൾ കൊള്ളയടിച്ച പ്രതികളുടെ വിരലടയാള പരിശോധന പൂർത്തിയായി. തെളിവെടുപ്പ് നാളെ. മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ചാക്കിൽ കെട്ടിവച്ചിരിക്കുന്ന അവസ്ഥയിൽ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. വാർത്തകൾ വിശദമായി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായി എന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടി. അന്വേഷണം സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പൂരം ദിവസം അദ്ദേഹം തൃശൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ 3:30 മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂകാംബികയിലേക്ക് പോവുകയാണ് ചെയ്തത്. മൂകാംബിക സന്ദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണെന്നാണ് ADGP നൽകുന്ന വിശദീകരണം. എന്നാൽ ADGP തൃശൂരിൽ ഉള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നില്ലെന്നാണ് DGP പറയുന്നത്. 3 ദിവസം മുൻപ് ഉന്നതതല യോഗം ചേർന്ന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നു എന്നും അതിൽ ADGP പങ്കെടുത്തിരുന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രശ്നബാധിത മേഖലയിൽ നിന്ന് പ്രശ്നമുണ്ടായപ്പോൾ മാറി നിന്നു എന്ന തരത്തിലാണ് DGPയുടെ റിപ്പോർട്ട്. വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് ഉറപ്പായി. ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അജിത് കുമാർ ADGP സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാനിക്കുന്നു എന്നും റിപ്പോർട്ട് വരും വരെ CPI കാത്തിരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പരിപൂർണമായ രാഷ്ട്രീയ ഐക്യവും ആശയ ഐക്യവും സംഘടനാ ഐക്യവുമുണ്ട്. പ്രകാശ് ബാബുവുമായി ഭിന്നതയില്ല. ലീഗ് വർഗീയ ചിന്തയുള്ള പാർട്ടിയല്ലെന്നും SDPI പോലെയോ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയോ അല്ല ലീഗെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIക്കും LDFിനും ഒരു നിലപാടേ ഉള്ളൂ. LDF നിലപാട് നിർബന്ധമായിട്ടും ഇടതുപക്ഷ കാഴ്ചപ്പാടിനെയും ആശയത്തെയും മുറുകെ പിടിക്കുന്നതായിരിക്കും ആകണം. അതിൽ CPIക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് CPI പറഞ്ഞു, RSSുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു വട്ടമല്ല 2 വട്ടം പോയ ADGP ആ രംഗത്തിരിക്കാൻ, ആ കസരമലിരിക്കാൻ, ആ ചുമതല വഹിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ആ ചുമതലയിൽ നിന്നും ADGPയെ ഒഴിവാക്കണം എന്നാണ് CPI ഡിമാൻഡ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ്. റിപ്പോർട്ട് വരട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ വാക്കുകളെ മാനിക്കാൻ മുന്നണിയുടെ ഭാഗമായ CPIക്ക് രാഷ്ട്രീയ കടമയുണ്ട്. CPI അതിനെ മാനിക്കും. ആ റിപ്പോർട്ട് വരും വരെ CPI കാത്തു നിൽക്കും. ആ റിപ്പോർട്ട് ഉള്ളടക്കറിയാൻ CPIക്ക് ആകാംക്ഷയുണ്ട്, എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ LDF ഗവൺമെൻറ് അതിൻ്റെ നിലപാട് ശരിയാമണ്ണം സ്വീകരിക്കുമെന്നാണ് CPIയുടെ വിശ്വാസം. ADGP വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ താമസിയാതെ നടപടിയുണ്ടാകും. പാർട്ടിയിൽ സെക്രട്ടറി ഒറ്റപ്പെട്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും കെ രാജൻ പറഞ്ഞു. CPI എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല. ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. ഏതോ മാധ്യമങ്ങൾ ഇന്നലെ രാവിലെ എഴുതി കാണിക്കുന്നത് കണ്ടു, സെക്രട്ടറി ഒറ്റപ്പെട്ടു. അങ്ങനെ സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിയുടെ സംവിധാനം ഉണ്ടോ?
ഒരൊറ്റപ്പെട്ടതായിട്ടും എവിടെയും ഞങ്ങൾ ആ കമ്മിറ്റികളിൽ പൂർണ്ണ സമയം എടുക്കുന്നതാണ്. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. സമയക്ലിപ്തത നിശ്ചയിച്ചുകൊണ്ടല്ല ADGPയുടെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് അറിയിച്ചത്. അക്കാര്യത്തിൽ താമസിയാതെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോടും മാധ്യമങ്ങളോടും പറയും. സാധാരണയായി ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്ന ജനാധിപത്യപരമായ പാർട്ടിയാണ് CPI. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുവായ അഭിപ്രായം സ്വരൂപിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് പാർട്ടിയുടെ രീതി. ആരോഗ്യപരമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായ ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന പാർട്ടിയിൽ സെക്രട്ടറി ഒറ്റപ്പെട്ടുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീയതി ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ മുന്നണികളും പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നുകഴിഞ്ഞു. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. വിവാദ വിഷയങ്ങൾ കത്തിപ്പടരുന്നതിനിടെയാണ് സംസ്ഥാനം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള കോൺഗ്രസിന്റെയും CPMന്റെയും സാധ്യതാ പട്ടിക തയ്യാറായി. CPIയും BJPയും വയനാട്ടിൽ പ്രധാന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് സൂചന. നിയമസഭാംഗങ്ങളായിരുന്ന K. രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് ഇവർ പ്രതിനിധാനം ചെയ്തിരുന്ന ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങിയത്. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത പോരാട്ടമായിരിക്കും ഇരു മണ്ഡലങ്ങളിലും നടക്കുക. സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങളും വിവാദങ്ങളും മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDFും NDAയും. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റു മരിച്ചു. തളി, പിലാക്കാട്, കുണ്ടന്നൂർ, ചീരമ്പത്തൂർ 61 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും നാട്ടുകാർ പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ബന്ധുവായ മണിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത്. കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. മൃതദേഹങ്ങൾക്കരികിൽ പന്നിയെയും മീനുകളെയും ചത്ത നിലയിൽ കണ്ടെത്തി. KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ ATMകൾ കൊള്ളയടിച്ച പ്രതികളുടെ വിരലടയാള പരിശോധന നടത്തി. ഹരിയാന സ്വദേശികളായ ഇർഫാൻ, ഷക്കീം ഖാൻ, സബീർ ഖാൻ, മുഹമ്മദ് ഇക്രം, മുബാറക് എന്നിവരെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് നാളെ തെളിവെടുപ്പ് നടത്തുക. പ്രതികൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പ്രതികൾ കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടറുകൾ കണ്ടെത്താനുണ്ട്. ഇവ കവർച്ചയ്ക്ക് ശേഷം പോകുന്ന വഴിയിൽ ഉപേക്ഷിച്ചുവെന്നാണ് മൊഴി. കഴിഞ്ഞ മാസം 27-ന് പുലർച്ചെയായിരുന്നു ജില്ലയെ നടുക്കിയ കവർച്ച അരങ്ങേറിയത്. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സംഘാംഗമായിരുന്ന ജുമാനുദ്ദീൻ വെടിയേറ്റ് മരിച്ചിരുന്നു. പോലീസിന്റെ വെടിയേറ്റ മറ്റൊരു പ്രതി അസർ അലി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തർക്കങ്ങളും വിവാദങ്ങളും നിറഞ്ഞ മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇതുമൂലം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ സംസ്കരിക്കാനാകാതെ ചാക്കിൽ കെട്ടിവച്ചിരിക്കുന്ന നിലയിലാണ്. ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ളതിന്റെ 30% സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളൂ എന്നിരിക്കെയാണ് ഈ അനാസ്ഥ. ബെയിലിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനായി ഇതിനകം 3 തവണയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. ബെയിലിംഗ് യന്ത്രത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് മാള പഞ്ചായത്ത് നടപടിയെടുക്കാത്തതാണ് തടസ്സമായിട്ടുള്ളത്. ഇതിനായി 3 ഫേസ് കണക്ഷൻ ആവശ്യമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ബെയിലിംഗ് യന്ത്രം ചാക്കുകെട്ടുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. മാളക്കടവിനോട് ചേർന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന MCF സ്ഥലപരിമിതിയുടെ പേരിൽ മാറ്റി മറ്റൊരു സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം നടത്താനുള്ള ശ്രമത്തിലാണ്. MCFൽ ശേഖരിക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഓരോ മാസവും ശരാശരി 14 ടൺ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിൽ നിന്ന് തരംതിരിച്ച് ശുചിത്വ കേരള മിഷൻ വഴി കയറ്റിവിടുന്നത് ശരാശരി 7 ടൺ മാത്രമാണ്. ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് മുതൽ ചെരുപ്പ്, വസ്ത്രങ്ങൾ, ചില്ല്, ആക്രി സാധനങ്ങൾ വരെയാണ് ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ച് നൽകുന്നത്. 2021 ജൂലൈ മാസത്തിൽ 2 പേരുമായി പ്രവർത്തനം തുടങ്ങിയ ഹരിതകർമ്മസേനയിൽ ഇപ്പോൾ 38 പേരാണുള്ളത്. TCV മാള.
ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു എം ജോണി എന്നിവർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തുള്ള 20ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻവശത്ത് ആരംഭിച്ച നിരാഹാര സമരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷൈജൻ വത്സൻ, MV ബിജു, അക്ബർ പേരകം, ജവഹർ വെട്ടത്ത്, VS സുനീവ്, സുവർണ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയ അനാശാസ്യ പ്രവർത്തനങ്ങളും മോഷണങ്ങളും വർദ്ധിച്ചിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് സമരം നടത്തുന്നത് എന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ടുള്ള വിനിമയം അത് ചെയ്യുക എന്നുള്ളതാണ്. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വിളക്കേത്ത് ഹരിദാസന്റെ മകൻ 26 വയസ്സുള്ള ഹനീഷാണ് മരിച്ചത്. ഇറാനിയൻ കപ്പലിൽ ഡെക്ക് ഓപ്പറേറ്ററായിരുന്നു ഹനീഷ്. 1 മാസം മുൻപാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഹനീഷ് ഇറാനിയൻ കപ്പലിൽ ജോലിക്കായി ചേർന്നത്. അതേസമയം കപ്പൽ അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. രാജ്യത്ത് ഗുരുതരമായ തൊഴിൽ ഇല്ലായ്മ പ്രശ്നം നിലനിൽക്കുന്നു എന്ന് AITUC ദേശീയ സെക്രട്ടറി വഹിദ നിസാം. AITUC സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഫാസിസ്റ്റുകളെ ചെറുക്കുക എന്നുള്ളത് തൊഴിലാളികളുടെ ഉത്തരവാദിത്വമാണെന്നും വഹിദ പറഞ്ഞു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, R പ്രസാദ്, KG ശിവാനന്ദൻ, അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കൗൺസിൽ നാളെ സമാപിക്കും. അവരുടെ തൊഴിലാളികൾ അതിശക്തമായി മുന്നോട്ട് പോകാത്ത ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് മാത്രമേ കഴിയുള്ളൂ. വർഗത്തിന്റെ മുന്നണി പോരാളി concrete agenda. We are seeing it. This is happening. There is no change. എടത്തിരുത്തി ഐനിച്ചോട് 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി മേനോത്തുപറമ്പിൽ അതുലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി ഐനിച്ചോട് സ്വദേശികളായ ഭാസി, അജയ് കുമാർ എന്നിവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 2-നാണ് വാക്കുതർക്കത്തെ തുടർന്ന് അതുൽ ഇരുവരെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ ശുദ്ധജല വിതരണത്തിന് ഉപയോഗിക്കുന്ന മരുതയൂരിലെ ജലസംഭരണി തകർച്ചയിൽ. പ്ലാസ്റ്ററിംഗ് ഭൂരിഭാഗവും അടർന്നു വീണ നിലയിലും കമ്പികൾ തുരുമ്പിച്ച് പുറത്തുവന്ന നിലയിലുമാണ്. ഇതേ തുടർന്ന് സംഭരണശേഷിയുടെ 4/1 വെള്ളം മാത്രമാണ് ഇപ്പോൾ സംഭരിക്കുന്നത്. വിതരണത്തിന്റെ അളവും കുറഞ്ഞതോടെ തീരമേഖലയിൽ ശുദ്ധജലക്ഷാമവും രൂക്ഷമായി. തകർച്ചയിലായ ജലസംഭരണി ഉടൻ നന്നാക്കണമെന്നും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി നിസാർ മരുതയൂർ അധ്യക്ഷനായി. NJ ലിയോ, AK ഷിഹാബ്, അഫ്സൽ പാലുവായ്, CF രാജൻ, PV കുട്ടപ്പൻ, ഭാസ്കരൻ മന്നത്ത്, KC ഖാദർമോൻ, വർഗീസ് പാവറട്ടി, PK അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല ബുദ്ധി തോന്നിപ്പിക്കണേയെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് അളഗപ്പ നഗർ പഞ്ചായത്തിൽ 3 മാസമായി വഴിവിളക്കുകൾ കത്തുന്നില്ല എന്നാരോപിച്ച് ഭരണസമിതിയിലെ LDF അംഗങ്ങൾ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. കേടായതിനു പകരം പുതിയ ബൾബുകൾ ലഭിക്കുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. പുതിയ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ തീരുമാനിച്ചിട്ടും പ്രദേശങ്ങളിൽ ലൈൻ വലിക്കുന്നില്ലെന്നും ഓണത്തിനു മുൻപ് എല്ലാവർക്കും ബൾബ് ലഭ്യമാക്കും എന്ന പ്രസിഡന്റിന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതായും പ്രതിഷേധക്കാർ പറഞ്ഞു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. PS പ്രീജു, VK വിനീഷ്, സജിന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ എന്നിവരാണ് പ്രതിഷേധിച്ചത്. എന്നാൽ സാങ്കേതിക വിഷയങ്ങളിൽ ടെൻഡർ നടപടികൾ വൈകിയതാണ് ബൾബുകൾ യഥാസമയം ലഭ്യമാക്കാൻ തടസ്സമായത് എന്ന് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. തൃശൂരിൽ വെച്ച് നഷ്ടപ്പെട്ട ഗവേഷണങ്ങൾ അടങ്ങിയ പെൻഡ്രൈവുകൾ കണ്ടെടുത്ത് നൽകി പോലീസ്. ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും ഗവേഷകനുമായ കണ്ണൂർ സ്വദേശി ഡോക്ടർ KT റാംമോഹന്റെ 5ഓളം പെൻഡ്രൈവുകൾ സൂക്ഷിച്ച പൗച്ചാണ് നഷ്ടപ്പെട്ടത്. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അഖിൽ വിഷ്ണു നടത്തിയ അന്വേഷണത്തിൽ പൗച്ച് ഓട്ടോറിക്ഷയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. 40 വർഷങ്ങളിലായി ഇന്ത്യയിലെ വ്യത്യസ്ത ലൈബ്രറിയിൽ നിന്നും
ആർക്കൈവുകളിൽ നിന്നും ശേഖരിച്ച രേഖകളും സ്വന്തം ഗവേഷണങ്ങളും അടങ്ങിയ പെൻഡ്രൈവ് കഴിഞ്ഞ മാസം 25-നാണ് നഷ്ടപ്പെട്ടത്. റാംമോഹൻ സ്റ്റേഷനിലെത്തി പെൻഡ്രൈവുകൾ ഏറ്റുവാങ്ങി. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PJ സ്മിത, VB സിന്ധു, KA കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രസക്തമായ ഘാതകമായ കാര്യങ്ങൾ ഇവിടെ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിച്ചതിനെ തുടർന്ന് ബസ് തടഞ്ഞു. ശനിയാഴ്ച രാവിലെ കരുവന്നൂർ രാജ കമ്പനി സ്റ്റോപ്പിലാണ് സംഭവം. വെള്ളാങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ എന്നയാൾക്ക് ചെറിയ പാലം സ്റ്റോപ്പ് പരിസരത്തുള്ള റോഡിലെ കുഴികളിൽ നിന്നാണ് പുറകിൽ വന്നിരുന്ന MS മേനോൻ ബസ് ചെളി തെറിപ്പിച്ച് കടന്നുപോയത്. വെള്ളവസ്ത്രം ധരിച്ചിരുന്ന ജബ്ബാറിന് തുടർന്നുള്ള യാത്ര സാധ്യമാകാത്ത തരത്തിൽ വസ്ത്രത്തിലാകെ ചെളിയാവുകയായിരുന്നു. ബസ്സിനെ പിന്തുടർന്ന് ബസ് തടഞ്ഞിടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. നാട്ടുകാരും വിഷയത്തിൽ ഇടപെടുകയും ബൈക്ക് യാത്രികന് നഷ്ടപരിഹാരമായി 1000 രൂപ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് ബസ് ജീവനക്കാർ അംഗീകരിച്ചില്ല. ഇതോടെ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരുകൂട്ടരോടും സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബും ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് രക്ഷിതാക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KG ഗീത, PR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഗുരുവായൂർ മുൻ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി, അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് എന്നിവർ തിരിതെളിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് തിരുവാതിരക്കളിയും അരങ്ങേറി. പ്രസിഡന്റ് AC കണ്ണൻ, സെക്രട്ടറി ജയകുമാർ, ട്രഷറർ മനുദേവ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയത്തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. അവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് 508 കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് 4500 കോടിയോളം രൂപയാണ് കഴിഞ്ഞ 8 വർഷം ഇവിടെ ചെലവ്. കയ്പമംഗലം മണ്ഡലത്തിൽ പെരിഞ്ഞനം ഗവൺമെൻറ് UP സ്കൂളിലെ ഒരു കെട്ടിട നിർമ്മാണം ആണ് ഇവിടെ ഇന്ന് തറക്കല്ലിടുന്നത്. നമുക്കറിയാം, ക്ലാസ് മുറി വേണം, ഒരു കിച്ചൺ വേണം, ചെറിയ ടോയ്ലറ്റ് ബ്ലോക്ക് വേണം, അങ്ങനെല്ലാം കൂടി മൊത്തത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ പെരിഞ്ഞനം UP സ്കൂളിൽ ഇന്ന് തറക്കല്ലിടുന്നതോടുകൂടി ആരംഭിക്കുന്നത്. 1 കോടി. പെരുവല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെ ബ്ലോക്ക് തല ക്ഷീരസംഗമം നടത്തി. മുരളി പെരുന്നെല്ലി MLA ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. പെരുവല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് E രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി ജയരാജൻ, കൊച്ചപ്പൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സംരക്ഷിക്കാനാവശ്യമായ വലിയ പദ്ധതികളിൽ സർക്കാർ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം, പറയപ്പെട്ട സമൃദ്ധി തുടങ്ങിയ കന്നുകാലി ഇൻഷുറൻസ്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള വൈദിക് ധർമ്മ സംസ്ഥാനിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 മുതൽ 10 വരെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 7 വൈകിട്ട് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീത കച്ചേരി അരങ്ങേറും. 8, 9, 10 തീയതികളിൽ പൂജകളും ഹോമങ്ങളും അന്നദാനവും ഉണ്ടാകും. ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിലെ ബ്രഹ്മചാരി ചിത് പ്രകാശ്
നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലു തൃശൂർ, ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് CI അജയൻ, മറ്റു ഭാരവാഹികളായ പ്രൊഫസർ സുവിൻ ശങ്കർ, R ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രനാഥ് കോലഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, മുൻ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി T രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 13 വരെ വിവിധ പരിപാടികളും അരങ്ങേറും. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് പ്രവർത്തകർക്ക് തുറന്നു നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MS അസ്ഗർ അലി തങ്ങൾ അധ്യക്ഷനായി. MK ഷെരീഫ്, MK ഹബീബ്, ഷെല്ലി അബൂബക്കർ, PM സുബൈർ, VM മുഹമ്മദ് ഗസാലി, RA അബ്ദുൽ മനാഫ്, AM സനൌഫൽ, PP സ്റ്റീഫൻ, അഷ്റഫ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്ട് മ്യൂസിയം ഓഫ് ലവ്, വെള്ളിക്കുളങ്ങര ശ്യാമ മ്യൂസിക് അക്കാദമി എന്നിവ സംയുക്തമായി ഞായറാഴ്ച ബാബുരാജ് സംഗീത സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് സ്നേഹ മ്യൂസിയം അങ്കണത്തിൽ നടക്കുന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, മേനോൻ പാലയ്ക്കൽ, സുരീനി പാലയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന AN രാജന്റെ 3ാം ചരമദിനത്തോടനുബന്ധിച്ച് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് അഡോൾസെന്റ് കൗൺസിൽ സെല്ലിന്റെ സഹകരണത്തോടെ തൃശൂരിൽ സംഘടിപ്പിച്ച ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് ജനശ്രദ്ധയേറുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ദിശയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. HSC അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ R സുരേഷ് കുമാർ, CG ആൻഡ് AC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ CM അസീം, SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ഉപരിപഠനത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് മാർഗദർശിയാവുക എന്നതാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ കൊണ്ട് ലക്ഷ്യമിടുന്നത്. തെക്കിൻകാട് മൈതാനിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ 70ഓളം സ്റ്റാളുകളായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനം ഈ മാസം 8-ന് സമാപിക്കും. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലവും സമഗ്രവുമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന് നേതൃത്വം കൊടുത്തുകൊണ്ട് 4-year UG പ്രോഗ്രാം നമ്മുടെ കലാലയങ്ങളിലെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിനും അപ്പുറത്ത് വൈവിധ്യപൂർണമായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് വളരെ ശ്ലാഘനീയമായ നിലയിൽ പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠനാവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. UDF അംഗങ്ങളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ എന്നിവരാണ് ഭരണസമിതി യോഗ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോക്ക് നടത്തിയത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ബ്ലോക്ക് സെന്ററിലുള്ള അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറി ഒഴിപ്പിക്കൽ വിഷയത്തിൽ മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന തദ്ദേശ അദാലത്തിലെ ഒത്തുതീർപ്പ് നിർദ്ദേശം LDF നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി തള്ളിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്വാഭാവിക നീതി നിഷേധിക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഭരണപക്ഷത്തിൻ്റേത് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ പറഞ്ഞു. പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി
തൃശ്ശൂർ ജില്ലാ തദ്ദേശ അദാലത്തിൽ പങ്കെടുത്തപ്പോൾ അതിനനുസൃതമായി ഒരു തീരുമാനം അദാലത്തിൽ നിന്നുണ്ടായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആ തീരുമാനത്തെ തള്ളുന്ന തരത്തിലാണ് ഇന്ന് ഈ ഭരണസമിതി യോഗത്തിൽ ഉണ്ടായത്. ഇത് തികച്ചും മനുഷ്യത്വരഹിതമായ, നീതിരഹിതമായ ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരുന്നു. ആ തീരുമാനത്തിനോട് ഞങ്ങൾ വിയോജിച്ചു. ഒപ്പം CPIയുടെ അംഗവും വിയോജിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ് ചെയ്തത്. ഭരണപക്ഷത്തെ CPI അംഗം നിഷ സുരേഷും തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം തെറ്റാണെന്നോ വാടക കരാർ പുതുക്കി നൽകണമെന്നോ മന്ത്രി പറഞ്ഞിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പറഞ്ഞു. ഇരുകൂട്ടരുടെയും വാദം കേൾക്കുന്നതിനു പകരം ഭരണപക്ഷത്തെ കേൾക്കാതെയാണ് അദാലത്തിന്റെ നിർദ്ദേശമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മറ്റത്തൂർ പഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, KR ഔസേബ്, PI ഷൈനി, KV ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, AU ജിദ്ദു എന്നിവർ സംസാരിച്ചു. രണ്ട് പതിറ്റാണ്ടായി തരിശുകിടന്ന മഠത്തിച്ചിറ മതിക്കുന്ന് പാടശേഖരത്തിൽ കൃഷിയിറക്കി. മഠത്തിച്ചിറ മതിക്കുന്ന് പാടശേഖര സമിതി തൃക്കൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ചാണ് കൃഷിയിറക്കിയത്. 20 വർഷത്തിലേറെ കൃഷിയിറക്കാതെയിരുന്ന പാടത്ത് മാലിന്യം തള്ളുന്നതും പതിവായിരുന്നു. പാടശേഖരങ്ങൾ സന്ദർശിച്ച പഞ്ചായത്ത് ഭരണസമിതി കർഷകർക്ക് വിത്തും വളവും കീടനാശിനിയും നൽകാമെന്ന് ഉറപ്പു നൽകിയതോടെ പാടത്ത് കൃഷിയിറക്കാൻ വഴിതെളിയുകയായിരുന്നു. തൃശൂർ ജില്ലാ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ഔദ്യോഗിക പാനലിന് വിജയം. സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പിള്ളിയും മുൻ സംഘം പ്രസിഡന്റ് VM പ്രവീൺ അടക്കമുള്ളവർ നേതൃത്വം നൽകിയ പാനലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എടത്തിരുത്തി ഏറാക്കലിൽ കുടിവെള്ള വിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഇന്നലെ രാത്രിയിലാണ് പണി പൂർത്തിയാക്കി പമ്പിംഗ് ആരംഭിച്ചത്. ഇന്നുച്ചയോടെ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയ ഭാഗത്തു നിന്നാണ് വീണ്ടും ചോർച്ചയുണ്ടായത്. വലിയ അളവിൽ വെള്ളം പുറന്തള്ളിയതോടെ പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ജോലിക്കാരെത്തി പണി ആരംഭിച്ചിട്ടുണ്ട്. തീരദേശത്ത് 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ പദ്ധതിയിലെ പ്രധാന പൈപ്പ് ലൈനാണ് ഇത്തരത്തിൽ പൊട്ടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖിയുടെ 80ാം വാർഷികാചരണം ഇരിഞ്ഞാലക്കുട ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. വാർഷികാചരണത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് നിർവഹിച്ചു. BRC ഡയറക്ടർ KR സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PR ഷഹൻഷാ, ഖാദർ പട്ടേപ്പാടം, ഡോക്ടർ KR ബീന തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം സപ്താഹ കമ്മിറ്റിയുടെ 6ാമത് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാതൃസമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. വൈകിട്ട് മുതുവട്ടൂർ ചെട്ടിയാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് യജ്ഞവേദിയിലേക്ക് ഭാഗവത ഗ്രന്ഥവും വിഗ്രഹവുമായി ഘോഷയാത്ര ഉണ്ടാകും. സ്വാമി ശങ്കര വിശ്വാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഭാരവാഹികളായ ബാബു കളത്തിൽ, ബാലസുബ്രഹ്മണ്യൻ, ബേബി കരിപ്പോട്ടിൽ, KR ചന്ദ്രൻ, ഭാസ്കരൻ കളപ്പുറത്ത്, സഹദേവൻ തറയിൽ, KP പ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നൂതനങ്ങളായ ഹ്രസ്വകാല കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചതായി യൂണിവേഴ്സിറ്റി അധികൃതർ തൃശൂരിൽ അറിയിച്ചു. സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ സൈബർ സെക്യൂരിറ്റി, മെഷീൻ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ എന്നീ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ്, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ, ഡോക്ടർ MU സിജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ വാർഡിൽ കിണർ പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. 2023-24 ഫണ്ട് വിനിയോഗിച്ച് ജില്ലാ പഞ്ചായത്തും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. പൂവത്തൂർ സെയിന്റ് ആന്റണീസ് UP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ഗാന്ധിയൻ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി.
സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഗ്രന്ഥകാരനുമായ ഡോക്ടർ CT ജെയിംസ് മാസ്റ്റർ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രവീൺ AR അധ്യക്ഷനായിരുന്നു. ഹെഡ് മാസ്റ്റർ ഷാജു CF, PTA പ്രസിഡന്റ് വിജയ ബിജു, അധ്യാപകരായ പ്രമിൻ ചാക്കോ, ബ്രിൻഡോ K, ബിജോയ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3334 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. അന്വേഷണം സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ADGP വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. റിപ്പോർട്ട് വരും വരെ CPI കാത്തിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും. മുന്നൊരുക്കങ്ങളുമായി മുന്നണികൾ. വരവൂരിൽ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തളി പിലാക്കാട് സ്വദേശികളായ ചീരമ്പത്തൂർ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. തൃശൂരിൽ ATMകൾ കൊള്ളയടിച്ച പ്രതികളുടെ വിരലടയാള പരിശോധന പൂർത്തിയായി. തെളിവെടുപ്പ് നാളെ. മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.